ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ റിൻഷീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പം ഗോതമ്പ് ദോശ ചൂടാൻ വേണ്ടി നിൽക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ കറണ്ട് അടുപ്പായതുകൊണ്ട് പതുക്കെ ചട്ടി ചൂടാവുള്ളൂ. അപ്പോൾ അതൊക്കെ അപ്പം അങ്ങനെ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു. പിന്നെ അതാ കറി ഇവിടെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പോൾ അത് ചൂടാക്കി എടുക്കുക ചെയ്തത്. പിന്നെ അതാ അപ്പത്തിന് ഉച്ചക്കുള്ള ചോറിനുള്ള വെള്ളം വെച്ചു. പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നു, ബീൻസ്. അപ്പോൾ അതൊക്കെ എടുത്തു പുറത്തേക്ക് വെച്ചു, തണുപ്പൊക്കെ ഒന്ന് പോട്ടെ വിചാരിച്ചിട്ടേ. പിന്നെ ആ കിച്ചണിൽ എന്നും ഉള്ള പോലെ തന്നെ പോരാട്ടങ്ങൾ, പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ അതാ അരിയൊക്കെ കഴുകി അങ്ങനെ അതൊക്കെ വെള്ളം കുറച്ച് ചൂടായപ്പോൾ അത് ഇട്ടു. പിന്നെ കറണ്ട് അടുപ്പിലായതുകൊണ്ടേ കൂടുതൽ സമയമൊന്നും അങ്ങനെ ഇതാക്കല്ല, കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇറക്കിയൊക്കെ ചെയ്യൽ. പിന്നെ ഈ ഒരു സംഭവം കാണും, നിങ്ങൾ എപ്പോൾ വന്നാലും റൂമിലേക്ക് വന്നാലും ഇത് താഴത്തെ വീണിട്ടുണ്ടാവും. അപ്പോൾ അത് കൊളുത്തി വെക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. എനിക്കുള്ള തേങ്ങ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് ഇതാ ചോറ് കുറച്ചൊന്നും തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇറക്കിയൊക്കെ ചെയ്യില്ല, എന്നാൽ പിന്നെ അങ്ങനെ വെന്തോളും. വലിയൊരു കൂടുതൽ സമയം അങ്ങനെ നല്ല വേവണ വരെ ഒന്നും ഞാൻ കരണ്ടടുപ്പിൽ വെക്കലില്ല. പിന്നെ അതൊക്കെ ഇറക്കി വെച്ച് പിന്നെ പെരിക്കുള്ള അതങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ. അപ്പത്തിന് കുമ്പളങ്ങ അതൊക്കെ മുറിച്ച് അതൊക്കെ കുക്കറിലിട്ടു. പിന്നെ കുക്കറിൽ ഇപ്പോൾ കുമ്പളങ്ങ കറി വെക്കണമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ അടിക്കലും തുടക്കലൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. അടിക്കലും തുടക്കലും ബാത്റൂം കഴുകലൊക്കെ അങ്ങനെ ഇടയിൽ കൂടെ ഓരോരോ ഇടയിൽ കൂടെ അങ്ങനെ കഴിയുന്നുണ്ട്. പിന്നെ ഉപ്പ് എന്താ കൈ കൊണ്ട് ഇടണമെന്ന് വിചാരിക്കും. എനിക്ക് പിന്നെ ഉപ്പിലൊരു കൈ കണക്കാ. സ്പൂൺ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആയോ ആയിട്ടില്ല ഒരു ഇത് ഉണ്ടാവില്ല. പിന്നെ പെരിക്ക് ഞാനത് വെള്ളം വെച്ചപ്പോഴേ അപ്പോൾ ഇത് വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യല് ചോദിച്ചാൽ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഇതാക്കി വെക്കുക, അപ്പോൾ അതങ്ങനെ ആയിക്കോളും. പിന്നെ അത് തേങ്ങ അരക്കുകയാണ് കറിക്കുള്ളത്. തേങ്ങ അരക്കൽ കോമഡി പിന്നെ എന്നും എനിക്ക് ഉണ്ടാവുന്ന സംഭവം തന്നെ. ഫുള്ള് അത് ആവാതെ പെട്ടെന്ന് തുറക്കുമ്പോൾ ഫുള്ള് മേത്ത് കൂടെ ആവും. അപ്പം അങ്ങനെ എന്തോ ഭാഗത്തിന് കുറച്ച് പോയിട്ടുള്ളൂ. എന്തായാലും ഡ്രസ്സുമ്മ കൂടെ കഴിക്കണം. പിന്നെ എനിക്ക് അങ്ങനെ വിശന്നപ്പോൾ പിന്നെ ഒരു ആപ്പിളൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് പിന്നെ പെരീത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തൂമിക്കാനുണ്ടായിരുന്നു. അപ്പം അത് തൂമിച്ച് അങ്ങനെ പിന്നെ തൂമിക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ ക്ലീനാക്കാനുണ്ടായിരുന്നു. അതൊക്കെ പോയത് തേങ്ങ പോയതൊക്കെ ക്ലീനാക്കി അതിൻ്റെ ഇടയിൽ. അപ്പത്തിന് കുക്കർ എന്താ ഇന്ന വെക്കാത്ത ചോദിച്ച് നിൽക്കുകയാണ്. കുക്കർ വെച്ചു. പിന്നെ ഗുളിക കുടിച്ച് കുറച്ച് നേരം അങ്ങനെ കിടന്നു. പിന്നെ കുക്കറിൻ്റെ വിളി വന്നു. അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ടാവുക എന്താ കുക്കർ ഇങ്ങനെ വെച്ചിരിക്കണം, അതിന് വിസിൽ പുക പുറത്തേക്ക് വരിക. പിന്നെ ചോറൂറ്റിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നലത്തെ മീൻ ഉണ്ടായിരുന്നല്ലോ കൊടുന്നത്, അപ്പം അത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് മസാലയൊക്കെ തേച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു. ഉപ്പ് കണ്ടോ, ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കൈ കണക്ക, സ്പൂണിലിട്ട് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് ഇതാവില്ല. ലേശം കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പിന്നെ അത് പൊരിക്കണം തന്നെ. പിന്നെ മീൻ മസാല തേച്ച് വെച്ചു, കുറച്ചേരം അവിടെ വെച്ചു. പിന്നെ അപ്പത്തേക്കും കറി ഒക്കെ എടുത്തിട്ട് പിന്നെ തേങ്ങ ഒക്കെ പാർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ കുത്തിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം അതൊക്കെ അങ്ങനെ ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ പണികളും അതും ഇതൊക്കെ ആയിട്ട് സമയം കുറേ വൈകിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പോൾ കുറച്ച് സമയമായതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരത്തോണ്ട് ഇതൊക്കെ കഴിഞ്ഞ് വിചാരിക്കുക. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിക്കൂലേ. പിന്നെ അതിൻ്റെ ഇടയിൽ മീനൊക്കെ പൊരിച്ചു. മീനൊക്കെ പൊരിക്കലേന് പിന്നെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. മീൻ പൊരിക്കലേനിട്ട് കുളി കഴിഞ്ഞ് പിന്നെ മീനോട്ടൊക്കെ പെരുമാറിയതല്ലേ, അപ്പോൾ ലോഷനും കാര്യങ്ങളും മറിയത്തിൻ്റെ ക്രീമൊക്കെ തേച്ച് പിന്നെ അങ്ങനെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ കുടിക്കണ്ടിട്ടില്ലേ, നിങ്ങൾ കുടിച്ചോളം ഡീഹൈഡ്രേറ്റഡ് ആവും. പിന്നെ വൈകുന്നേരം കിടന്നിട്ടുണ്ടായിരുന്നു ഉച്ചക്ക്. പിന്നെ വൈകുന്നേരത്ത് പിന്നെ ചായ പരിപാടിയല്ലേ, ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ അടുപ്പത്ത് വെച്ചു. ഇതിപ്പോൾ എന്നും ഞാൻ എന്താ ചെയ്യുക ചോദിച്ചാൽ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ആദ്യം തന്നെ ഇട്ടൊക്കെയുണ്ട്. പക്ഷേ ഇത് എന്തോ ഞാൻ അത് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഇടാലോ വിചാരിച്ചു. അതേതായാലും നന്നായി, പാല് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഏതായാലും മൂഞ്ചലായി. ഇതിപ്പം ഉമ്മ പറയണ പോലെ പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞിട്ടേ ഇരിക്കും പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും. പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി. അങ്ങനെ കട്ടൻ ചായ പിന്നെ എനിക്ക് വലിയ ഇഷ്ടമല്ല എനിക്കങ്ങനെ പറ്റൂല. അപ്പോൾ പിന്നെ കട്ടൻ ചായ പിന്നെ ഏതായാലും എന്തെങ്കിലുമൊക്കെ വേണ്ടേ, തലവേദന ഉണ്ടാവും അല്ലെങ്കിൽ. പിന്നെ അത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുടിക്കാൻ വിചാരിച്ചു. പിന്നെ അതിനും കൂട്ടാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ കുറേ ദിവസമായി ജനൽമ അങ്ങനെ മാതള നാരങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ അതെന്താ ഏതായാലും ഒന്ന് മുറിച്ച് സെറ്റാക്കാൻ വിചാരിച്ചു, ഉപ്പുമുളകൊക്കെ ഇട്ടിട്ടേ. എനിക്ക് പിന്നെ അത് ഭയങ്കര ഇഷ്ടമായി, എങ്ങനെയാണെങ്കിലും അത് പോവും. അപ്പോൾ അത് പിന്നെ മുറിച്ച് ഇതാക്കി. അത് കത്തിയോട്ട് മുറിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അത് ഭയങ്കര കയ്പ്പാകാരം. അപ്പം അറിഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു അങ്ങനെ. അപ്പോൾ അത് കയ്പ്പുണ്ടാവുക. അപ്പം അതൊക്കെ സുർക്കല്ല ഇവിടെ. അപ്പോൾ ഞാൻ നാരങ്ങ നീര് വെച്ചിട്ട് പിന്നെ അതിനെ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ വിചാരിച്ചു.
പിന്നെ അങ്ങനെ ചായ ഇതൊക്കെ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം പുറത്തങ്ങനെ ഇരുന്നു. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. കിച്ചണിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയണമെന്ന് അതൊക്കെ കളഞ്ഞു. പിന്നെ അങ്ങനെ എന്തൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ മഗ്‌രിബ് ആവാനായിട്ടുണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഓതലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ അത് അതിൻ്റെ ഇടയിൽ രാത്രിക്ക് ഫുഡുണ്ട്. അപ്പോൾ കടലൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ അപ്പം ചുടാൻ ഗോതമ്പ് ദോശ പിന്നെ ചട്ടൊക്കെ ചൂടായപ്പോൾ അങ്ങനെ ചുട്ടു. ഒരെണ്ണം അപ്പോൾ അവിടെ ഏറെക്കുറെ ശരിയാവാതൊക്കെ ഉണ്ട്. പിന്നെ ഇതും അതേപോലെ ആവാൻ നിന്ന് നമ്മൾ പിന്നെ അങ്ങനെ നേരത്തെ എടുത്തു. പിന്നെ ഉച്ചക്കത്തെ കറി ഉണ്ടല്ലോ അപ്പോൾ അത് മതി വിചാരിച്ചു. പിന്നെ 2-3 മതിയല്ലോ. അപ്പത്തിന് അതാ ഇത് 2 ആണെങ്കിലും പാത്രം ഒരു ലോഡ് മോറുണ്ടാവും. പിന്നെ അതാ രാവിലക്കത്തിനും പിന്നെ ഉച്ചക്കത്തിനൊക്കെ ആയിട്ട് കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം അത് കടലൊക്കെ വെള്ളത്തിലിട്ട് പാത്രം ഒരു വീട്ടിൽ എത്ര മോറിയാലും പാത്രം കഴിയൂലല്ലോ അല്ലേ? ഞാൻ അതാ ആലോചിക്കണേ. പിന്നെ അതൊക്കെ മോറി അങ്ങനെയൊക്കെ കഴിഞ്ഞു ക്ലീനായി. അപ്പം അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇനി മാക്സിമം ഇൻഷാ അല്ലാഹ് ഇനി ഒന്നും വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. പിന്നെ ഷെയറൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും മാക്സിമം. പുതിയൊരു ചാനലാണ്, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ജനലൊക്കെ അടച്ച് പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ എന്നാൽ പിന്നെ പോയി കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.